പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുനിത ദേവദാസിന്റെ ഒരു വീഡിയോ ഒരു ബന്ധമില്ലാത്ത രീതിയിലും ഒരു വിമർശനാത്മകമായ രീതിയിലുമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? ഉളുപ്പുണ്ടോ അറബികൾക്ക്? കുട്ടികൾ മരിക്കുന്നത് നോക്കി നിൽക്കുകയാണോ? അതിൽ ഇടപെടുന്നില്ലേ എന്ന തരത്തിലൊക്കെ. യഥാർത്ഥത്തിൽ അവർക്ക് സഹായം നൽകുന്നില്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. സഹായം നൽകുന്നുണ്ടല്ലോ. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് 4000 മുതൽ 6000-ഓളം ട്രക്കുകൾ റഫ അതിർത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഇതിൽ മുഴുവനും പാലസ്തീനിലെ ഗസയിലുള്ള കുട്ടികൾക്കുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളുമാണ്. പക്ഷേ പ്രശ്നം എന്താണ്? അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാഹനങ്ങളെ ഗസയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഇസ്രായേൽ അനുവദിക്കുന്നില്ല. അതിൽ അറബ് രാജ്യങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? അതിലിടപെടുന്ന അന്താരാഷ്ട്ര ഈ കോടതിയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സൈനിക രാജ്യങ്ങളുമാണ്. ഇവിടെ ഇപ്പോൾ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്താൽ ഈ പ്രശ്നം തീരുമെന്നാണോ? വലിയ മാരകമായിരിക്കുന്ന യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ട്. യമൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികൾ നടത്തുന്ന യുദ്ധം നിസ്സാരമല്ല. ലെബനാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന യുദ്ധം നിസ്സാരമല്ല. ഗസ കേന്ദ്രീകരിച്ച് നടക്കുന്ന യുദ്ധം നിസ്സാരമല്ല. പിന്നെ ഒടുവിൽ ഇറാൻ തന്നെ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തി. ഇത്രയൊക്കെ യുദ്ധം നടത്തിയിട്ടും പ്രശ്നത്തിന് പരിഹാരമാവാതെ നിൽക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ ഇടപെട്ടാൽ പരിഹാരമാവുമെന്നാണോ? അറബ് രാജ്യങ്ങൾ കൂടി കലുഷിതമാവുക എന്നല്ലാതെ പ്രശ്ന പരിഹാരത്തിന് മറ്റ് മാർഗങ്ങളാണ് അനിവാര്യം.